الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا يوم ندعو كل أناس بإمامهم فمن أوتي كتابه بيمينه فأولئك يقرؤون كتابهم ولا يظلمون فتيلا ومن كان في هذه أعمى فهو في الآخرة أعمى وأضل سبيلا ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ നന്മതിന്മകൾ കാണുന്ന ഒരു ദിവസത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ദിവസത്തിലേക്ക് അടുക്കുന്തോറും ആ ഒരു ദിവസത്തിൻ്റെ ഉടമയായ അള്ളാഹുവിലേക്ക് നാം അടുക്കണം കൂടുതൽ. എല്ലാവരും തെരഞ്ഞെടുപ്പ് കാലത്താണ്. പോളിംഗ് ബൂത്തിലേക്ക് അടുക്കുന്തോറും അതിൻ്റെ പ്രവർത്തകർക്കും ജനങ്ങൾക്കുമൊക്കെ വളരെ ജാഗ്രതയായി എല്ലാവരും തിരക്കിലാണ് വോട്ട് ഉറപ്പുവരുത്താൻ വേണ്ടി. ഇത് നമ്മുടെ ജീവിതത്തിലുള്ള കാര്യമാണ്. പരീക്ഷ എടുക്കുമ്പോൾ കുട്ടികളെല്ലാം ഗ്രൗണ്ടിൽ നിന്ന് ഒഴിഞ്ഞുപോയി മറ്റു പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി പഠനത്തിൻ്റെ തിരക്കിലാണ്. നമ്മളൊക്കെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ ഇപ്പോൾ ജുമാക്ക് എത്തിയത് പോലും ഇന്ന് വെള്ളിയാഴ്ച സാധാരണ പോലെയല്ല, പള്ളിയിൽ കൃത്യമായി എത്തണം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് തിരക്ക് പിടിച്ച് നമ്മൾ ഓടിയെത്തിയത്. വിശേഷിച്ചും സ്ത്രീകളൊക്കെ ഓടി തിരക്ക് പിടിച്ചാണ് ഇവിടെ എത്തുന്നത്. ഇത് തന്നെയാണ് ജീവിതം, മറ്റൊരു വ്യത്യാസവുമില്ല. അല്ലാഹുവിലേക്ക് അടുക്കാൻ, ലക്ഷ്യത്തിലേക്ക് അടുക്കും തോറും ആ ലക്ഷ്യം നേടാനുള്ള പ്രവർത്തനത്തെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അതാണ് തഖ്വ, സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പറയുന്നത്. കേട്ടും അടുത്ത ഒരു വചനമാണെങ്കിലും സൂക്ഷിക്കണം ജീവിതത്തിൽ എന്നത്.
നമ്മളൊരു അധ്വാനിച്ച് ഓടുന്നത് എന്തിനാണ്? വിശ്രമിക്കാൻ വേണ്ടിയാണ്. വൈകുന്നേരം വരെ വെയിലത്ത് ജോലിയെടുത്ത് കഷ്ടപ്പെടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ വൈകുന്നേരമാകുമ്പോൾ ഒന്ന് വിശ്രമിക്കാനോ കുട്ടികൾക്കുള്ള ഭക്ഷണം ഉറപ്പുവരുത്താനോ. ഗൾഫിൽ ഓടി നടന്ന് ജോലി ചെയ്യുന്നത് ഇനിയൊരു വിശ്രമ ജീവിതം കിട്ടാനാണ്. അത് ആവശ്യവുമാണ്, നമ്മളതൊക്കെ ചെയ്യണം. കുട്ടികളൊക്കെ പഠിച്ച് ബുദ്ധിമുട്ടുന്നത് വിശ്രമിക്കാനാണ്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിശ്രമം, ഒരു സുഖം, ഒരു സന്തോഷം, അതായത് ലക്ഷ്യത്തിലെത്തും. ആ ലക്ഷ്യം നന്നായി നേടാനാണല്ലോ നമ്മൾ അധ്വാനിക്കുന്നത്. എന്തിനാണെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ മൊത്തമായ വിശ്രമം എന്ന് പറയുന്നത് പരലോകമാണ്. പരലോകമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്രമം. ആ വിശ്രമത്തിൽ അവിടെ എരിവും ചൂടും പുകയും പരിഭ്രമവും ഖേദവും നിരാശയും ആവാതിരിക്കണം ജീവിതം. എന്നാൽ ഇവിടുത്തെ വിശ്രമവും ഇവിടുത്തെ സുഖവും സന്തോഷവും ഒഴിവാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാണ്? ഏറ്റവും കൂടുതൽ നബി ജീവിതത്തിൽ പ്രാർത്ഥിച്ചത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നാണ്. എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥന. അല്ലാഹുവേ, ഞാൻ ജീവിക്കുന്ന ദുനിയാവ് നന്നാക്കി തരണം, ആഖിറത്തിലും നന്നായി കിട്ടണം, ഖൈറ് കിട്ടണം, ഹസനത്ത് കിട്ടണം, വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. അപ്പൊ ദുനിയാവിൽ നമ്മളിവിടെ ഈ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വിട്ട് ആഖിറത്തിന് വേണ്ടി മാത്രം എവിടെയെങ്കിലും പോയിരിക്കാനല്ല പറയുന്നത്. പക്ഷെ ഈ ഒരു വഴിയിൽ കൂടി പോകുമ്പോ വഴിയിൽ പരിക്കുണ്ടാവരുത്. തെരഞ്ഞെടുപ്പാണ് പരിക്ക് വെച്ചത്, അല്ലെങ്കിൽ ജോലിയാണ് പഠിക്കുകയാണ് പരിക്ക് പറ്റരുത്, അല്ലെങ്കിൽ മറ്റു തൊഴിലുകളാണ്, ജീവിതത്തിൽ പരിക്കു പറ്റാതെ അവിടെ എത്തണം. നമ്മൾ നല്ലൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി സന്തോഷത്തോടു കൂടി പോകുമ്പോൾ വഴിയിൽ വെച്ച് പരിക്ക് പറ്റിയാൽ ആ സന്തോഷം പോയില്ലേ, ആ സുഖം നമുക്ക് കിട്ടുകയില്ലല്ലോ. അപ്പൊ പരിക്കിൽ നിന്ന് ഒഴിവാക്കാനുള്ള ജീവിതമാണ്, അതാണ് ബുദ്ധി. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതാണ്. ബുദ്ധിയുള്ളവന് എന്ന് പറഞ്ഞാൽ വൻ പരിക്കില്ലാതെ ജീവിതത്തിൽ പടച്ചോന് കീഴ്പ്പെട്ടുകൊണ്ട് മരണശേഷം അപകടം ഉണ്ടാവരുത്, എന്നാൽ ഇവിടെയും ജീവിക്കണം എന്ന നിലക്ക് ജീവിക്കുന്നവനാണ് ബുദ്ധിയുള്ളവൻ. വൽആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്നാ അലല്ലാഹിൽ അമാനി. എന്നാ വിവരമില്ലാത്ത ദുർബലൻ, അവന് ബുദ്ധിയില്ല, വിവേകവുമില്ല, തന്റെ ഇടവുമില്ല, ആലോചനാശേഷിയില്ല, അങ്ങനത്തെ ആളെ പറ്റിയ ആജിസ് തന്നെ, ഒന്നിനും കൊള്ളാത്തവൻ. ഈ ആജിസുകള് എന്തൊക്കെയോ വിചാരിച്ച് എങ്ങനെയൊക്കെയോ വിചാരിച്ച് ഒരു ഹവയിൽ, അങ്ങനെ മനത്തബഅ നഫ്സഹു ഹവാ, ഒരു ഹവയിൽ ജീവിക്കും. എന്നിട്ടോ ഒക്കെ രക്ഷപ്പെടും എന്ന് വിചാരിക്കുകയും ഉണ്ടാവരുത്. നമ്മൾ അത് വിടണം, പരിക്കില്ലാതെ ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മുഫ്ലിസിനെ നിങ്ങൾക്കറിയോ? മുഫ്ലിസ് അതെല്ലാം ഒരുപാട് ഉണ്ടായിരുന്നു, അവസാനം പാപ്പറായി പോയി. വലിയ തറവാട്ടിലായിരുന്നു ജനിച്ചത്, വാപ്പയും വല്യാപ്പമാരൊക്കെ വലിയ പ്രമുഖന്മാരായിരുന്നു, വലിയ സമ്പന്നന്മാരായിരുന്നു. അവരൊക്കെ സ്വർണ്ണക്കരണ്ടി കടിച്ചു കുടിച്ചുകൊണ്ടാണ് ജീവിച്ചത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ സുഖമായി ജീവിച്ച് വളർന്നു വന്ന് അവസാനം വലുതായി നോക്കുമ്പോ ആകെ പരിക്ക് പറ്റി, ഒന്നുമില്ല, മുഫ്ലിസ് പാപ്പറായി. മറ്റുള്ളവരുടെ സഹായം തേടേണ്ട ഒരവസ്ഥ, അതും കിട്ടാത്ത ഒരവസ്ഥ വന്ന മുഫ്ലിസിനെ പറ്റി നിങ്ങൾക്കറിയുമോ? ഹൽ തറൗന മനിൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസ്? പാപ്പർ. അപ്പൊ സഹാബിമാര് നമുക്കൊക്കെ പറയേണ്ട മാതിരി തന്നെ, പാപ്പർ എന്ന് പറഞ്ഞാൽ നല്ലോണ്ടായിരുന്നു എന്നിട്ട് പാപ്പറായി പോയി. മല്ലാ ദിർഹം ലഹു വലാ ദീനാർ ലഹു വലാ ദിർഹം, ദീനാറും ദിർഹമും ഇല്ലാതെ ആകെ കാലിയായി പോയവനാണ് മുഫ്ലിസ്. നബി പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന മുഫ്ലിസ് അതല്ല, ആഖിറത്തിലെ ഒരു പാപ്പറുണ്ട്, ആഖിറത്തിൽ പാപ്പറായി പോയവൻ. നിങ്ങൾ പറഞ്ഞത് ദുന്യാവിലാണ് വലിയ സമ്പന്നമായി ജപിച്ചു,
മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മക്കയിൽ കൂടി നടക്കുമ്പോൾ മക്കക്കാരായ ആളുകൾ, സ്ത്രീകളും കുട്ടികളും അടക്കം വഴിയിൽ വന്ന് നിന്നിരുന്നു അത്രേ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ തിളക്കം കാണാനും അദ്ദേഹം ഉപയോഗിച്ച സുഗന്ധത്തിന്റെ വാസന കിട്ടാനും അദ്ദേഹത്തിന്റെ ചെരുപ്പും അദ്ദേഹത്തിന്റെ മറ്റു ജീവിത സാമഗ്രികളും അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ ഒക്കെ ഭംഗി കാണാൻ കാത്തുനിന്നിരുന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹു അത്ര വലിയ സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നെ അവസാന കാലത്ത് ഒന്നുമില്ലാതെയായി. ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ആകെ കുടുംബം തെറ്റി, എല്ലാ അനന്തര സ്വത്ത് കിട്ടിയില്ല, തകർന്നു പോയി. ആ മുഫ്ലിസിനെ മുൻനിർത്തിക്കൊണ്ടാണ്, അത്തരം പാപ്പറുകളെ മുൻനിർത്തിക്കൊണ്ടാണ് നബി ചോദിക്കുന്നത്. അതല്ല പാപ്പർ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പരലോകത്തേക്ക് എത്തുമ്പോൾ ഇവിടെ നല്ല നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, നല്ല ദീനിയായ ജീവിതമുണ്ട്, അങ്ങനെയൊക്കെ ഉഷാറായിട്ട് ജീവിക്കുന്ന ആളുകൾ ജീവിതത്തിൽ വേറെ ചില പരിക്കുകൾ പറ്റി അവർക്ക്. അതുകൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു. അവരാണ് നിസ്സാരമാണെന്ന് തോന്നുന്ന പരിക്കുകൾ. അവരാണ് സലാത്തും സിയാമും സക്കാത്തും ഒക്കെ കൊടുത്തു വന്ന മനുഷ്യന്മാർ പാരലോകത്ത് പാപ്പരായിരിക്കും. എന്തുകൊണ്ടാണ്? കുറെ ആളുകളെ ചീത്ത വിളിച്ചും മറ്റുള്ളവരെ അപമാനിച്ചും ഒക്കെ ഓരോ കാരണം ഉണ്ടാവും. ചിലപ്പോൾ കുടുംബ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ തൊഴിൽ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ രാഷ്ട്രീയമായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും. മറ്റുള്ളവരെ ചീത്ത വിളിച്ചും മറ്റുള്ളവരെ അഭിമാനത്തിന് ക്ഷതം പറ്റിച്ചും ഇവനെ ഇല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ പറ്റി പറഞ്ഞുണ്ടാക്കിയും വേറുള്ളവരുടെ സമ്പത്ത് അന്യായമായി പിടിച്ചുപറിച്ചും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ കൈക്കലാക്കിയും തിന്ന് ജീവിക്കുന്ന മനുഷ്യന്മാര് സലാത്തും സിയാമും നമസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും അങ്ങനെ സമ്പന്നമായി ചെന്നാലും അവനൊക്കെ നഷ്ടപ്പെടും. അതാണ് ജീവിതത്തിൽ വിശ്രമിക്കാൻ വേണ്ടി ജീവിതം മുഴുവനും വിശ്രമിക്കുകയും എല്ലാ തിന്മയിൽ നിന്നും റാഹത്തായിക്കൊണ്ട് വിശ്രമമായിക്കൊണ്ട് എന്റെ മരണത്തെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ പരിക്ക് പറ്റരുത്. ജീവിതത്തിൽ വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപാടുകൾ കൊണ്ടും പരിക്ക് പറ്റാതിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഫ്ലിസിനെ പറ്റി അതാണ് പറഞ്ഞത്. ലാ തത്തബിഉ ഔറാത്തിൽ മുസ്ലിമീൻ. ജനങ്ങളുടെ ജീവിതത്തിൽ സഹാബിമാര് തന്നെയാണ്. സഹാബിമാര് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നല്ല ജീവിതം ജീവിക്കുന്നവരായിരുന്നു, ഒരു സംശയമില്ല അതില്. പക്ഷേ അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ബന്ധങ്ങളിലൊക്കെയുള്ള ഒരുപാട് അരുതാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയാണ്. മാനുഷികമായി വരുന്ന ചെറിയ കുറ്റങ്ങളൊക്കെയാണ്. നബി ഓടിച്ചെന്ന് എല്ലാവരും വരീന്ന് പറഞ്ഞ വിളിച്ചുകൂട്ടി എല്ലാവരെയും. എന്നിട്ട് മിമ്പർമക്കാര് നല്ല എല്ലാവരും കേൾക്കുള്ളൂ. ഉയർന്ന ഒരു സ്ഥലമായിരുന്നു നബിയുടെ മിമ്പറ. അല്പം ഉയരത്തിൽ പോയി നിന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ബിലിസാനിഹിം വലം യുഫ്ദിൽ ഈമാനു ഇലാ ഖൽബിഹിം ലാ തത്തബിഉ ഔറാത്തിൽ മുസ്ലിമീൻ. നാവ് കൊണ്ട് വിശ്വസിച്ച് നടക്കുന്ന വിശ്വാസികളെ, എന്നാൽ ഉള്ളിലേക്ക് വിശ്വാസം കയറിപ്പോകാത്തവരെ, നിങ്ങൾ മുസ്ലിമീങ്ങളുടെ ഔറത്ത് തേടി നടക്കരുത്. അന്യരുടെ വൈകല്യങ്ങള്, അന്യരുടെ ദൂഷ്യങ്ങള്, അന്യരുടെ തോന്നിവാസങ്ങൾ അത് പറഞ്ഞും അത് പ്രചരിപ്പിച്ചും അത് ഫോർവേഡ് ചെയ്തും അങ്ങനെയുള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാവരുത്. വലാ തത്തബിഉ ഔറാത്തഹും എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും ഫഇന്നഹു മൻ യത്തബിഉ ഔറാത്ത അഖീഹി യത്തബിഉ അല്ലാഹു ഔറത്തഹു വലൗ ഫീ ജൗഫി റഹ്ലിഹി. മറ്റുള്ളവന്റെ വൈകല്യങ്ങളും മറ്റുള്ളവരെ അപമാനിച്ചും ചീത്ത വിളിച്ചും മറ്റുള്ളവർക്ക് നാവ് കൊണ്ട് പരിക്ക് പറ്റിയും നിങ്ങൾ ആരെങ്കിലും ജീവിച്ചാൽ അല്ലാഹു തആല അവന്റെ വൈകല്യങ്ങൾ പുറത്തു കാണിക്കും. അവൻ വീട്ടിൽ അടച്ചുപൂട്ടിയിരുന്നാലും അവനെ സമൂഹത്തിന്റെ മുമ്പിൽ വഷളാക്കി തീർക്കും അല്ലാഹു തആല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. മാറണം, നിങ്ങളുടെ ബന്ധങ്ങൾ മാറണം, ജീവിതത്തിലെ കാര്യങ്ങൾ മാറണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅക്കും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. വല്ല ദുർമാർഗികളും വന്ന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ
അതിന്റെ പിന്നാലെ പോകരുത്. നിങ്ങൾ സൂക്ഷിക്കണം, വാക്കുകൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, എന്ത് ഏത് എന്നൊക്കെ നോക്കണം. ഒരു ജാഗ്രത പാലിക്കാനാണ് നബി പറയുന്നത്. അതായത് പരിക്കില്ലാതെ നമ്മുടെ ഈമാനും ഇസ്ലാമും കൊണ്ട് അവിടെ എത്തണം. അവസാനത്തെ വിശ്രമത്തിന് പരിക്കില്ലാതെ എത്തണം. കഫാബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടതൊക്കെ പറഞ്ഞു നടക്കുന്നത് മതി ഒരാൾ കള്ളനാവാൻ, കളവ് പറയുന്നവനാവാൻ. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതം സഹോദരങ്ങളെ, എന്നും തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒരു മത്സരമാണ്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും മത്സരമാണ്. എല്ലാ ജീവിതത്തിലും എപ്പോഴും മനുഷ്യന്മാർ തമ്മിൽ മത്സരിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചല്ലോ, നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ദുന്യാവിലെ ഹസനത്ത് വേണം, ആഖിറത്തിലെ ഹസനത്ത് വേണം, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന വിശ്വാസത്തിൽ നിന്നും കർമ്മത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം. അതിലേക്ക് നമ്മൾ പോകണം. അതിൽ നിന്ന് രക്ഷ കിട്ടുന്ന വിശ്വാസവും കർമ്മവും നമ്മൾ ജീവിതത്തിൽ പാലിക്കണം. അതിനു വേണ്ടിയാണ് ഒരു വിശ്വാസി ഖൈർ തേടണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഏതൊരു ചെറിയ കാര്യമുണ്ടെങ്കിലും പടച്ചവനെ അതിലുള്ള നന്മ എന്താണ് എന്ന് എനിക്കിനി തോന്നിപ്പിച്ചു തരണമേ എന്ന ആ സ്വലാത്തുൽ ഇസ്തിഖാറത്ത്, ഖൈർ തേടാനുള്ള 2 റക്അത്ത് നമസ്കാരം ഖുർആൻ പഠിപ്പിക്കേണ്ട മാതിരി ഞങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ജീവിതത്തെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മ കൈവിടാതെ ജീവിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അവസാന വിശ്രമത്തിന് വേണ്ടി പരലോകത്തെത്തിയാൽ അവൻ അവിടെ വെച്ച് ഓർക്കും എന്നാണ് പറയുന്നത്. കഴിഞ്ഞകാല ജീവിതത്തിൽ പടച്ചവനെ അത് അബദ്ധമായി പോയല്ലോ, വേണ്ടില്ലായിരുന്നു, ഞാൻ അയാളോട് അങ്ങനെ പെരുമാറേണ്ടതില്ലായിരുന്നു, ആ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി ഞാൻ അങ്ങനെ അനാവശ്യമായി ഞാൻ സമ്പാദിക്കേണ്ടതില്ലായിരുന്നു, ആ ഒരു നേട്ടം കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊന്നും പ്രവർത്തിച്ചത് തെറ്റായിപ്പോയല്ലോ എന്ന മനസാക്ഷിക്കുത്ത്. അല്ലാഹു തആല മനുഷ്യനോട് പറയുന്നുണ്ട്, ഒരു നഫ്സുൽ ലവ്വാമത്ത് നിങ്ങൾക്കൊക്കെ ഉണ്ട്. അത് ദുന്യാവിൽ ഉണ്ടാവണം. മനസാക്ഷിക്കുത്ത് എന്നത് ഇവിടുന്ന് ഉണ്ടാവേണ്ടതാണ്. പരലോകത്ത് എന്നിട്ട് മനസാക്ഷിക്കുത്തോടുകൂടി നിന്നിട്ട് ഒരു കാര്യവുമില്ല. അത് ജീവിതത്തിന്റെ അന്ത്യമാണ്, പ്രതിഫലനാളാണ്. എന്നാൽ ആ മനസാക്ഷിക്കുത്ത് നമുക്ക് ഇവിടെയാണ് വേണ്ടത്. നമ്മളെ ജീവിതത്തിന്റെ കുറെയൊക്കെ വയസ്സായവരാണല്ലോ നമ്മളൊക്കെ. നമ്മളെ ജീവിതത്തിൽ, നമ്മളുടെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ വേണ്ടില്ലായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ പശ്ചാത്തപിക്കണം, അത് വീണ്ടും ആവർത്തിക്കരുത്. അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു, അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് മോശമായി പല്ലിളിക്കുന്ന, നെറ്റി ചുളിക്കുന്ന, വേണ്ടതില്ലായിരുന്നു എന്ന് ഖേദിക്കുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അതിന് നാം ഒഴിവാക്കി ജീവിക്കുക. അതാ മനുഷ്യൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് മനുഷ്യൻ പുനർചിന്തിക്കണം. ഹസനത്ത് വേണം, ദുന്യാവിലെ ഹസനത്ത് വേണം. നമ്മൾ ചിന്തിക്കും. മഹാന്മാരായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്താണ് ദുനിയാവിലെ ഹസനത്ത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പല നിലക്കും പലരും ഹസനത്ത് പല രൂപത്തിലാണ് പറഞ്ഞത്. നമ്മളും ദുനിയാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ചില ആൾ എന്താ പറയാ, നല്ലൊരു വീടൊക്കെ ഉണ്ടായി കിട്ടിയാൽ മതി, എന്നാൽ തന്നെ സുഖമായി, നല്ലൊരു തൊഴിൽ കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നന്നായി എഴുന്നേറ്റെടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. അങ്ങനെ തന്നെ സഹാബിമാരും ഈ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന എന്നുള്ള ഖുർആൻ വ്യാഖ്യാനിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയാണ്, ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഒരു സൗജത്തുൻ സാലിഹത്ത്, നമ്മളെ വഞ്ചിക്കാത്ത, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ദുഃഖത്തിൽ പങ്കുചേരുന്ന, നമ്മളെ സന്തോഷത്തിൽ പങ്കുചേരുന്ന ഒരു സാലിഹായ ഭാര്യ, നമ്മളെ സമ്പത്ത് സംരക്ഷിക്കുന്ന, സ്വന്തം ജീവിതത്തിൽ പടച്ചോനെ പേടിച്ച് ജീവിക്കുന്ന ഒരു സാലിഹായ സൗജത്തുണ്ടെങ്കിൽ എന്നാണ് ഹസനത്തിന്റെ ഒന്നാമത്തെ അർത്ഥം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നടന്നിരുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയുന്നു.
മറ്റൊരിക്കൽ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതേ ഇതിനെ തന്നെ ഓരോ സന്ദർഭത്തിലുള്ള വ്യാഖ്യാനമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബകാര്യം പറഞ്ഞപ്പോഴാണ് ഹസനത്തിനെ പറ്റി അദ്ദേഹം പറഞ്ഞത്. മറ്റൊരിക്കൽ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് പറയുന്നുണ്ട്, ആഫിയത്താണ്. ആഫിയത്ത് എല്ലാം ഉണങ്ങി കടിച്ച് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധം ദുർബലമായി കഴിഞ്ഞിട്ട് നീ കുറച്ച് നല്ലതൊക്കെ ചെയ്യാൻ പറ്റും, ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ആഫിയത്ത് കിട്ടണം, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, നല്ലത് ചെയ്യാൻ. ഒന്നാമത്തെ ആഫിയത്ത് മനസ്സിനുള്ള ആഫിയത്താണ്. കുശുമ്പും കെടുമ്പുകളും തിന്മകളും ചീത്ത ബോധങ്ങളും എല്ലാം വിട്ട്, അനാവശ്യമായ വിചാരങ്ങൾ വിട്ട് ഒരു നന്നായി ജീവിക്കണമെന്ന ഒരു മനസ്സ്, അതിന് ആവശ്യമായ ശാരീരികമായ ആഫിയത്ത്, അതാണ് ഹസനത്ത് എന്ന് പറയുന്നത്. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ദുനിയാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായ ഒരു കോമൺ സെൻസ് ആണ്, അറിവ്. അത് ശരിയല്ല. ഇപ്പൊ തൽക്കാലം നേട്ടമുണ്ടെങ്കിലും പടച്ചോന്റെ അടുക്കൽ ഇഷ്ടപ്പെടാത്തതാണ്. അതുകൊണ്ട് ഒരു അറിവ്, ഒരു കാര്യത്തിനെ പറ്റി നല്ല ഒരു അറിവ്, ഒരു ശരിയും തെറ്റും വേർതിരിക്കാനുള്ള ബോധം. ഹസനുൽ ബസരി പറഞ്ഞു, അൽ ഇൽമു വൽ ഇബാദത്ത്, ആ അറിവിനനുസരിച്ച് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ തീർത്ത് ജീവിക്കുക എന്നുള്ളതാണ് ദുനിയാവിലെ ഹസനത്ത്. എന്നാ പരലോകത്തും ആ ഹസനത്ത് കിട്ടും. ഇമാം സുദ്ദി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഹലാലായ റിസ്ക് തിന്ന് ജീവിക്കാനുള്ള ഭാഗ്യം, മാലുൽ ഹലാൽ, എങ്ങനെങ്കിലും അല്ലാതെ ഹലാലായി ജീവിക്കാനുള്ള മാർഗം. ഇമാം തബരി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, നിർഭയത്വം. അതൊക്കെ ഇല്ലാത്തതാണല്ലോ, സമൂഹത്തിൽ നഷ്ടപ്പെടുക. ഒരു നിർഭയമായി ജീവിക്കുക, ഒന്നുമില്ല, തിന്നാനും കൊടുക്കാനും ഇല്ലെങ്കിലും മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കണ്ടല്ലോ എന്ന് പറയുന്ന ഒരു നിർഭയത്വമാണ്. അതുപോലെ നല്ല കൂട്ടുകാരും കുടുംബങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും എൻ്റെ കൈത്താങ്ങിന് എന്നെ കൈപിടിക്കാൻ ആളുണ്ടല്ലോ, നല്ല സുഹൃത്തുക്കളും നല്ല ബന്ധങ്ങളും. അതാണ് ഇമാം തബരി റഹ്മത്തുള്ളാഹി ഹസനത്തിനെ വ്യാഖ്യാനിച്ചത്. അതുപോലെ തന്നെ എനിക്ക് എത്ര കുറവാണെങ്കിലും എനിക്കൊരു പ്രയാസവും തോന്നണില്ല. ഓലൊക്കെ എങ്ങനൊക്കെ ജീവിക്കട്ടെ, എനിക്ക് കുറവാണെങ്കിലും അള്ളാഹ് തന്നതിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു മനസ്സ്. സഹോദരങ്ങളെ, ഹസനത്തിനെ പലരും പല രൂപത്തിലും വ്യാഖ്യാനിച്ചിട്ട് മഹാന്മാർ പറയാണ്, ഇതൊക്കെ ഹസനത്തിന്. ദുന്യാവിൽ തിരിഞ്ഞു നോക്കിയാൽ തോന്നിവാസമായിരുന്നു എൻ്റെ ജീവിതം, നല്ലതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് കരുതി നെറ്റി ചുളിക്കുന്ന ഒരു ഖേദം ഉണ്ടാവാതിരിക്കാൻ എല്ലാ രംഗത്തും, കുടുംബരംഗത്തും, മനുഷ്യബന്ധങ്ങളിലും, ഏത് കാര്യത്തിലും, ഇപ്പൊ പ്രത്യേകിച്ചും പറയാണ്, തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ അനാവശ്യമായ കലഹങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും അങ്ങനെയൊന്നും ജീവിതത്തിലില്ലാത്ത, അതൊക്കെ ഒരു ആവശ്യമാണ്. അതൊക്കെ ഈ ഒരു രാജ്യത്തിന്റെ ഘടനയുടെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പാണെങ്കിലും പരീക്ഷകളാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് ഓല് വിജയിക്കും, അത്രയുള്ളൂ. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് അതിൻ്റെ പേരിലുള്ള ഒരു കലഹം, അത് ഏത് കാര്യത്തിലാണെങ്കിലും ജീവിതത്തിൽ ഉണ്ടാവാതെ ജീവിക്കുന്ന ഒരു നല്ല ജീവിതമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അത് അങ്ങനെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹസനത്തോടു കൂടി ജീവിച്ച് ആഖിറത്തിലും ഹസനത്ത് കിട്ടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. രോഗികളും കഷ്ടപ്പെടുന്നവരുമായവർക്ക് അള്ളാഹു തആല ശാന്തിയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وللمؤمنين والمؤمنات برحمتك يا أرحم